അർത്ഥപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് ഗർഭകാലത്തെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പ്രഗ്നൻസിയെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പ്രഗ്നൻസിയുടെ വിവിധ തരത്തിലുള്ള മാനസിക ഇമോഷണൽ തലങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രഗ്നൻസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു അമ്മയുടെ മാനസികാവസ്ഥ കടന്നു പോകുന്നതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ പ്രഗ്നൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളാണ് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാലും പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാലും. അപ്പോൾ ഏറ്റവും പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രഗ്നൻസി അല്ലേ. പലരും നമ്മൾ മരുന്നുകളിലൂടെയും കാര്യങ്ങളിലൂടെയും മാത്രം കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു അമ്മയാകാൻ നമ്മൾ മാനസികമായി കൂടെ എത്രത്തോളം ഉയർന്ന തരത്തിൽ ചിന്തിക്കണം, എത്രത്തോളം പ്രിപ്പയർ ആവണം എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഗർഭകാലം വളരെ ക്രിയേറ്റീവായി തന്നെ കടന്നു പോകണം. ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട് OP വരുമ്പോൾ പകല് എന്ത് ചെയ്യും. അപ്പോൾ ചിലർ വെറുതെ ഇരിക്കും, ഉറങ്ങും, അല്ലെ സീരിയൽ കാണും. അങ്ങനെ വളരെ ഡള്ളായിട്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന ധാരാളം ഗർഭിണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇൻഡയറക്റ്റ്ലി നമ്മൾ കുഞ്ഞിനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രഗ്നൻസി നമ്മുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കണം പ്രഗ്നൻസിയിൽ ഉണ്ടാവുക. അല്ലാണ്ട് പ്രഗ്നൻസി ഒരു ബാധ്യതയായിട്ട് നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യാൻ പാടില്ല. അമ്മമാരുടെ മാനസികാവസ്ഥ അനുസരിച്ച് തന്നെയാണ് കുഞ്ഞിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണവും ഒക്കെ നടക്കുന്നത്. അമ്മ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു എന്നനുസരിച്ച് നമുക്ക് കുഞ്ഞിനെ അത്രത്തോളം പോസിറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും നമുക്ക് ആ ഒരു പാരൻറ്റിങ്ങിനെ പോലും മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ പ്രഗ്നൻസി കാലയളവ് വളരെ ഊർജ്ജസ്വലമായിരിക്കാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന് റീഡിങ്, വായന അല്ലേ. വായിച്ചു തുടങ്ങാൻ വായിക്കുന്നവരുണ്ടാകാം, വായന പാടെ നിർത്തിക്കളഞ്ഞവരുണ്ടാവാം അല്ലേ. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശേഷം വായിക്കാത്തവരുണ്ടാവും. വായന ജീവിതാവസാനം വരെ മുറുകെ പിടിക്കുന്നവരും പല ശീലങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് നമ്മൾ. അപ്പോൾ വായിച്ചു തുടങ്ങാൻ എപ്പോഴെങ്കിലും നിന്നുപോയ വായനകളോ നമ്മുടെ അറിവുകളെല്ലാം നമുക്ക് ശേഖരിച്ച് തുടങ്ങാൻ പറ്റിയ സമയമാണ് പ്രഗ്നൻസി. അതിന് വായിച്ചു തുടങ്ങാൻ പ്രത്യേക സമയമൊന്നും ഇല്ലെങ്കിലും ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു സമയമാണ് അമ്മയാവാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ വായന വെറുതെ സമയം കളയാനുള്ള ഒന്നല്ല അല്ലേ. നമ്മുടെ തലച്ചോറിൽ ഒരുപാട് മാറ്റം വായന കൊണ്ടുണ്ടാകുന്നുണ്ട്. പുതിയ ന്യൂറോൺസ്, പുതിയ പാത്വേസ് ഒക്കെ വായനയുടെ പോസിറ്റീവ് ഫലങ്ങളാണ്. അപ്പോൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെയും വായന വളരെ പോസിറ്റീവായി സ്വാധീനിക്കും. ധാരാളം വായിക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ ഭാഷകൾ പഠിക്കാനുള്ള കഴിവ്, വേഗം വായിച്ചു തുടങ്ങാറുള്ളതായിട്ടൊക്കെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം കുഞ്ഞുങ്ങളുടെ ഭാവനാ ലോകം തന്നെ വളരെ വലുതായിരിക്കും. അമ്മയുമായുള്ള പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് കൂടും. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ പ്രഗ്നൻസി റീഡിങ്ങിനെ പറ്റി നമുക്ക് ലഭ്യമാണെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വായന സമ്മാനിക്കും. മെറ്റേണൽ സ്ട്രെസ്സ്, നമുക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുള്ളവരാണെങ്കിൽ അത് കുറയും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ വായനയ്ക്കുണ്ട്, അമ്മയ്ക്കാണെങ്കിലും കുഞ്ഞിനാണെങ്കിലും. അപ്പോൾ വായന നമുക്ക് ഒരുപാട് പുതിയ ലോകങ്ങൾ, വ്യത്യസ്ത ചിന്തകൾ ഒക്കെ സമ്മാനിക്കുന്ന ഒരു വളരെ മെച്ചപ്പെട്ട ഒരു ഹാബിറ്റ് തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാട് കുറെ കൂടെ വിശാലമാകും. നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ മാത്രം അറിഞ്ഞ് ചെറിയ ലോകത്ത് ജീവിക്കുന്നതിനപ്പുറം അനേകായിരം ജീവിതങ്ങളിലൂടെയും അനേകായിരം മനുഷ്യരുടെ ചിന്തകളിലൂടെയും ഒക്കെ നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സമ്പന്നമായിട്ടും നമ്മുടെ ചിന്തകൾക്ക്, നമ്മളുടെ റിലേഷൻഷിപ്പിന്, നമ്മൾ ഓരോ ജീവിതഘട്ടങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ ആ വ്യത്യസ്തത വായന നമുക്ക് നൽകും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വായനയ്ക്ക് വിദ്യാഭ്യാസമോ നമ്മുടെ ബിരുദങ്ങളോ ഒന്നുമല്ല പ്രശ്നം. വായനയെ സ്വാധീനിക്കുന്നത് വിദ്യാഭ്യാസമോ ഒന്നുമല്ല. വായനയിലൂടെ വലിയ വലിയ വെളിച്ചങ്ങൾ നമ്മളെ തേടി വരും. അത് വായനയോടുള്ള ഇഷ്ടം, ഒരു മനുഷ്യൻ്റെ എത്രത്തോളം ക്രിയേറ്റീവായി അവർ ലൈഫിനെ കാണുന്നു എന്നുള്ളതൊക്കെയാണ് വായനയെ കൂട്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വായന നമ്മളെ കുറച്ചുകൂടെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സഹായിക്കും. ഒപ്പം നമ്മുടെ മക്കളെയും. അമ്മയിലൂടെ തന്നെയാണ് അവർ ലോകത്തെ കണ്ടു തുടങ്ങുന്നത്, കേട്ടു തുടങ്ങുന്നത്, അനുഭവിച്ചു തുടങ്ങുന്നത് അമ്മയിലൂടെ തന്നെയാണ്. അപ്പം നമ്മളെ കൂടുതൽ നല്ല അമ്മയാക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്.
അപ്പോൾ അതിനുവേണ്ടി വായിച്ചു തുടങ്ങുക. എല്ലാ അമ്മമാരും വായിച്ചു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് വായിക്കണം എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഓരോ പോലെ ആയിരിക്കും. താല്പര്യമുള്ള എന്തും വായിക്കാം. എങ്കിലും വളരെ നിലവാരം കുറഞ്ഞ പൈങ്കിളി കഥകളും അതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെയൊക്കെ ഒരു ഏജ് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ പൊതുവേ ഇപ്പോൾ ഞാൻ ഗർഭിണികളോട് മിക്കവാറും പറയാറുണ്ട്, എന്താണ്, ദിനപത്രം വായിക്കണ്ട. ഒരു 10 മാസം എന്താണ് ലോകത്ത് നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അത്രത്തോളം നെഗറ്റീവ് വാർത്തകളാണ് എപ്പോഴും പത്രത്തിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും ഒക്കെ വരുന്നത്. പിന്നെ ആരോഗ്യ മാസികയിലൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഹെൽത്ത് ടോപ്പിക്സ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രഗ്നൻസിയെ കുറച്ചുകൂടി ഉള്ളിലേക്ക് നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കുക. പുറമേക്കല്ല, നമുക്ക് സ്വയം ഉള്ളിലേക്ക് ശ്രദ്ധ തിരിച്ചു വെക്കേണ്ട ഒരു കാലം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളിലെ വായന കുറച്ചുകൊണ്ട് നമുക്ക്, കാരണം പത്രം വായിക്കുന്നത് കൊണ്ടും സീരിയൽ കാണുന്നതുകൊണ്ടും അങ്ങനെ ന്യൂസ് കേൾക്കുന്നതുകൊണ്ടും ഒരുപാട് സ്ട്രെസ്സ്, അത് കുറച്ച് ട്രിഗറിങ് ഫാക്ടർ ഗർഭിണികൾക്ക് ഉണ്ടായിട്ട്, അതായത് ഈ കൊലപാതകങ്ങളോ മരണ വാർത്തകളോ ഒക്കെ ഉണ്ടായിട്ട് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ന്യൂസുകളൊക്കെ ഒരുപാട് മാനസിക സമ്മർദ്ദം ഗർഭിണികൾക്ക് സൃഷ്ടിക്കാറുണ്ട്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കാറുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഇത്തരം വായനകൾ നിർത്താൻ തന്നെ ഞാൻ ചിലപ്പോൾ പറയാറ്. അപ്പോൾ സീരിയലും അതൊരു നിലവാര തകർച്ച തന്നെയാണ് എപ്പോഴും ഫീൽ ചെയ്യുക. നമുക്ക് ആ വ്യക്തിബന്ധങ്ങളെയൊക്കെ വല്ലാതെ വളച്ചൊടിച്ച് ഉള്ള സീരിയലുകളുടെയൊക്കെ കാഴ്ച, വായനയും കാഴ്ചയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അതുപോലത്തെയൊക്കെ മാറ്റിവെച്ച് നല്ല നല്ല കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. എങ്കിലും നമ്മുടെ താല്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. സുധാമൂർത്തിയുടെ കുറച്ച് ബുക്സ് ഞാൻ പറയാം. സുധാമൂർത്തി, നമുക്കറിയാം, ഇൻഫോസിസിൻ്റെ ചെയർപേഴ്സണായ സുധാമൂർത്തിയുടെ നല്ല നല്ല ബുക്കുകളുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ പരിഭാഷകളും ലഭ്യം തന്നെയാണ്. ദ മദർ ഐ എവർ ന്യൂ, 1000 സ്റ്റിച്ചസ് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല ചെറിയ ചെറിയ കഥകൾ, നമ്മൾക്കൊരു പാരൻറ്റിങ്ങിനെ പോലും നമുക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള നല്ല നല്ല ടിപ്സുകളും ആ ഒരു ഇതിലൂടെ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഔട്ട്ലുക്ക് മാറ്റാനൊക്കെ സുധാമൂർത്തിയുടെ ബുക്കുകൾ നമ്മളെ സഹായിക്കും. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ പോലെയുള്ള ബുക്കുകൾ നല്ലതാണ്. സുഭാഷ് ചന്ദ്രൻ്റെ നോവലുകൾ, അതൊക്കെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള കണ്ടൻറ്റുള്ള നോവലുകളാണ്. മനുഷ്യനൊരു ആമുഖം, സമുദ്രശില ഒക്കെ. പിന്നെ ഷൗക്കത്ത് സഹജോത്സവ്, അവരുടെ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയതയെ കുറച്ചുകൂടി എളുപ്പത്തിൽ ജീവിതത്തിൽ പ്രായോഗികതയിലേക്ക് വരുത്താനുള്ള ചെറിയ ചെറിയ ബുക്കുകൾ, വലിയ വലിയ കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ പറഞ്ഞു തരുന്ന ബുക്കുകളാണ്. ഷൗക്കത്തിൻ്റെ മൊഴിയാഴം, പിന്നെ എന്തൊക്കെ ജയകുമാറിൻ്റെ ലളിതമേ ജീവിതം, അങ്ങനെ പിന്നെ സുഗതകുമാരിയുടെ ബുക്കുകൾ, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനൊക്കെ ഇതൊക്കെ എനിക്ക് താല്പര്യം, വായിച്ച കുറച്ച് ബുക്കുകൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെയുള്ള നല്ല നല്ല ബുക്ക് സ്റ്റാളിൽ പോവുക. ബുക്ക് സ്റ്റാളിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്കുകൾ എടുത്ത് വായന സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഒരുപാട് ബുക്ക് അറിഞ്ഞിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിക്രമാദിത്യ കഥകൾ, ഐതിഹ്യമാലൊക്കെ നമുക്ക് വായിക്കാം. അത് ഭാവിയിൽ കുഞ്ഞുങ്ങളെ കഥ പറഞ്ഞുറക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. നല്ല താരാട്ടുപാട്ടുകൾ വായിക്കുക, കേൾക്കുക. അല്ല, താരാട്ടുപാട്ട് പാടി കുഞ്ഞിനെ ഇപ്പോഴേ നമുക്ക് ഉറക്കാം. ഗർഭിണിയായിരിക്കുമ്പോഴേ ആ താരാട്ടുപാട്ടിനെ ഫീൽ ചെയ്യുക, കുഞ്ഞിനെ ഉറക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അത്തരം പാട്ടുകൾ വെച്ച് കൊടുക്കുമ്പോൾ, ജനനശേഷം വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വേഗം കരച്ചിൽ നിർത്തുന്നതൊക്കെ നമുക്ക് പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതായത് ആ പാട്ട് കുഞ്ഞിന് ഗർഭകാലത്തെ പരിചിതമാവുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. പിന്നെ വായിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം കുനിഞ്ഞിരുന്ന് വായിക്കാതിരിക്കുക. എപ്പോഴും ആ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കിടന്നും ആ ഒരു കിടത്തത്തിൽ ഇരുത്തത്തിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള കഴുത്തുവേദന, നടുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും നിവർന്നിരുന്ന് വായിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. ഫോണിൽ ഒരുപാട് നേരം വായിക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് തന്നെ വായന തുടങ്ങുക. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തിരുന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു തുടങ്ങട്ടെ. രണ്ടാമത് പറയാനുള്ളത് മോർണിംഗ് ബാത്ത്, രാവിലെയുള്ള കുളിയെ പറ്റിയാണ്. കുളിയെ പറ്റിയൊക്കെ ഇത്ര പറയാനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. കുളി വളരെ സിമ്പിളായുള്ളൊരു കാര്യമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ. നമ്മൾ ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ സ്നാനത്തിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നോ: ദീപനം, വൃക്ഷ്യം, ആയുഷ്യം, സ്നാനം, ഊർജ്ജബലപ്രദം, കണ്ടു, മല, ശ്രമസ്വേദ, തന്ത്ര, തൃഡ്ദാഹ, പാപ്മച്ചിത്. അത് പോട്ടെ. ദീപനം, വിശപ്പ് കൂട്ടാൻ. നമ്മൾക്ക് വൃക്ഷ്യം, നമ്മുടെ ഒരു ലോങ്ങവിറ്റി, അതായത് ഓരോ സെൽസിൻ്റെയും ആരോഗ്യം കൂട്ടാൻ.
ഊർജ്ജബലപ്രദം, നമ്മുടെ എനർജി ലെവൽ കൂട്ടാൻ പല തരത്തിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുളി നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു മോർണിംഗ് റൂട്ടീൻ്റെ ഭാഗമായിട്ട് കുളി ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഗർഭിണികളെ ഒപിയിൽ വരുമ്പോൾ തന്നെ കാണുമ്പോൾ തോന്നാറുണ്ട് അവർക്കൊന്ന് രാവിലെ കുളിച്ചാൽ തന്നെ അവരുടെ ലുക്ക് തന്നെ മാറും. കാരണം അത്രത്തോളം ഒരു വളരെ ഡേർട്ടി ആയിട്ട് വളരെ അത്രത്തോളം ഒരു പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തവരുടെ മനസ്സും നമുക്ക് അത്രത്തോളം സ്ട്രെസ്ഡ് ആയിരിക്കും, അത്രത്തോളം മാനസികാവസ്ഥയും അത്ര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കുളിയെപ്പറ്റി പറയാനാണെങ്കിൽ കുറച്ചുണ്ട്. എപ്പോഴും പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ തണുപ്പായിരിക്കുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ തന്നെ ദേഹം കഴുകാൻ ശ്രമിക്കുക. തലയിൽ ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കരുത്. തലയിൽ എപ്പോഴും ഒരു തണുത്ത വെള്ളം തന്നെ ഒഴിക്കുക. ഇനി വളരെ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ച് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറെ അലർജി അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ. അങ്ങനെ കുളിക്ക് ഒരുപാട് മെച്ചമുണ്ട്. നമ്മുടെ ബോഡി പെയിൻ കുറയ്ക്കാൻ, മസിൽസെല്ലാം ഒന്ന് ഫ്രീ ആകാൻ, സ്ട്രെസ്സ് കുറയ്ക്കാൻ, നല്ല ഉറക്കം ലഭിക്കാൻ, നല്ല വിശപ്പുണ്ടാവാനൊക്കെ കുളി നമ്മളെ സഹായിക്കും. അതുപോലെ പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് എണ്ണ തേച്ച് കുളിക്കുന്നതും. അതായത് നമ്മൾ പൊതുവേ പറയാണ്ട് ധന്വന്തരം തൈലമൊക്കെ തേച്ച് ആഴ്ചയിൽ 1-2 ദിവസം കുളിക്കുക എന്നുള്ളത്. അപ്പോൾ തൈലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഒരു സെൽഫ് മസാജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ് റിലീവറാണ് ഒന്നാമത്. രണ്ടാമത് ഈ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ യോനി ഭാഗത്തെ മസിലുകളൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും അത് പ്രസവത്തെ വളരെ ഈസി ആക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതും വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതും പ്രധാനമാണ്. ആഴ്ചയിൽ 1-2 ദിവസം അങ്ങനെ തലയിലും ദേഹത്തും എണ്ണ തേച്ച് കുളിക്കാനുള്ള സാഹചര്യം കൂടെ പ്രഗ്നൻസിയിൽ ഉണ്ടാക്കുക എന്നുള്ളതും പ്രധാനമാണ്. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഗർഭകാലത്തെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.